പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയലിസ്റ്റിക് പ്രൊജക്ഷനാണ്. ഫോർ എക്സാമ്പിൾ, ഒരു റെയിൽവേ ട്രാക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇഫ് വി ആർ ലുക്കിംഗ് അറ്റ് എ റെയിൽവേ ട്രാക്ക് വിച്ച് ഈസ് ലെയ്ഡ് സ്ട്രെയിറ്റ് അഹെഡ്, അത് നല്ല പാരലായിട്ടുള്ള ഒരു 2 റെയിൽസ് സ്ട്രെയിറ്റ് ആയിട്ട് ലേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു എൻഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ 2 റെയിൽസും കൂടെ ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യാനായിട്ട് തോന്നും. ആ തോന്നലിനാണ്, ആ ഒരു പ്രൊജക്ഷനെയാണ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് നമ്മൾ വലിയ ലെങ്ത് ഉള്ള ഹോൾസിനെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത്, ഒരു ഹോൾ അല്ലെങ്കിൽ ഓഡിറ്റോറിയം ഒക്കെ നോക്കുന്ന സമയത്ത് നല്ല ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒരു എൻഡിൽ നിന്ന് നമ്മൾ വ്യൂ ചെയ്യുകയാണെങ്കിൽ അത് 2 ഹോളിൻ്റെ 2 സൈഡ്സും കൺവേർജ് ചെയ്ത് ഒരു പോയിന്റിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനത്തെയുള്ള പ്രൊജക്ഷനെയാണ് നമ്മൾ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പം ഡാവിഞ്ചി കോഡിൽ ഡാവിഞ്ചി വരച്ച നമ്മൾ ലാസ്റ്റ് സപ്പറിൻ്റെ ഫിഗർ നോക്കുകയാണെങ്കിലും അതിൻ്റെ അകത്ത് ആ 2 സൈഡ്സും കൺവേർജ് ചെയ്ത് പോകുന്ന പോലെയാണ് അതിൻ്റെ അകത്തുള്ള ഡ്രോയിങ്സ്. ഒട്ടുമുക്കാലുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡ്രോയിങ്സിലെല്ലാം നമുക്ക് അങ്ങനെയുള്ള ഒരു വിഷ്വലൈസേഷൻ കാണാൻ പറ്റും. അങ്ങനെയുള്ള പ്രൊജക്ഷനെയാണ് നമ്മൾ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ആ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ അകത്ത് എന്തൊക്കെ പ്ലെയിൻസ് ആണുള്ളത്, എന്തൊക്കെ ടേംസ് ആണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഗ്രൗണ്ട് പ്ലെയിൻ. ഗ്രൗണ്ട് പ്ലെയിനിലാണ് നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത്. നമ്മൾ എവിടെയാണ് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത് അതിനാണ് നമ്മൾ ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറയുന്നത്. Then there is a picture plane which is perpendicular to the ground plane. ഗ്രൗണ്ട് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ പിക്ചർ പ്ലെയിൻ ഉള്ളത്. സോ ഇവിടെയാണ് നമ്മൾ വിഷ്വൽ റേസ് കൺവേർജ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെയാണ് നമ്മൾ പ്രൊജക്ഷൻ കിട്ടുന്നത്. പിക്ചർ പ്ലെയിനിലാണ് നമുക്ക് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പേഴ്സൺ ഇവിടെയാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഐ ഓഫ് ദ ഒബ്സർവർ ഇവിടെയാണ് അസ്യൂം ചെയ്യുക. ജസ്റ്റ് അസ്യൂം ചെയ്യുക. അതിൻ്റെ ടേംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഈ പേഴ്സണെയാണ് എനിക്ക് വ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് എൻ്റെ, ഞാൻ ഇവിടെ നിന്നാണ് വ്യൂ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഒബ്ജക്റ്റ് ആൻഡ് ഐ ആം വ്യൂയിങ് ഫ്രം ദിസ് പോയിന്റ്, ആൻഡ് ദിസ് പോയിന്റ് ഇസ് നോൺ ആസ് ദ സ്റ്റേഷനറി പോയിന്റ്. സ്റ്റേഷനറി പോയിന്റ് അല്ലെങ്കിൽ ഒബ്സർവേഴ്സ് ഐ എന്ന് പറയും. അപ്പോൾ ഇവിടെ നിന്നുള്ള വിഷ്വൽ റേസ്, അത് ഈ ഒബ്ജക്റ്റിൽ നിന്നുള്ള വിഷ്വൽ റേസ് കൺവേർജ് ചെയ്ത് വരുന്നത് സ്റ്റേഷൻ പോയിന്റിലോട്ടാണ്. കാരണം നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുന്നത്. സോ ദ വിഷ്വൽ റേസ് സ്റ്റാർട്ടിങ് ഫ്രം ദ ഒബ്ജക്റ്റ് വിൽ ബി കൺവേർജിങ് അറ്റ് ദിസ് പോയിന്റ്, ദാറ്റ് ഈസ് ഐ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു പ്രൊജക്ഷൻ ഈ ഒരു പ്ലെയിനിൽ കിട്ടും, പിക്ചർ പ്ലെയിനിൽ കിട്ടും. പിക്ചർ പ്ലെയിൻ ഈസ് എ ട്രാൻസ്പെറൻറ്റ് പ്ലെയിൻ and that projection of the object on the picture plane is known as the perspective projection. അടുത്തതാണ് ഹൊറൈസൺ പ്ലെയിൻ. ഹൊറൈസൺ പ്ലെയിൻ എന്ന് പറയുമ്പോൾ എൻ്റെ ലൈൻ ഓഫ് സൈറ്റ്, ആ ലൈൻ ഓഫ് സൈറ്റ് പോകുന്ന ആ പ്ലെയിൻ, ദാറ്റ് ഈസ് എ പ്ലെയിൻ വിച്ച് ഈസ് പാരലൽ ടു ദ ഗ്രൗണ്ട് പ്ലെയിൻ ആൻഡ് പാസിംഗ് ത്രൂ എ പ്ലെയിൻ വിച്ച് ഈസ് പാരലൽ ടു ദ ഗ്രൗണ്ട് പ്ലെയിൻ ആൻഡ് പാസിംഗ് ത്രൂ ദ സ്റ്റേഷനറി പോയിന്റ് ഓർ ദ ഒബ്സർവേഴ്സ് ഐ. അതിനെയാണ് ഞാൻ ഹൊറൈസൺ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൊറൈസൺ പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേഷനറി പോയിന്റിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. Then next plane is known as the central plane. So central plane is a plane which is perpendicular to both the picture plane as well as the ground plane. അടുത്ത പ്ലെയിൻ എന്ന് പറയുമ്പോൾ സെൻട്രൽ പ്ലെയിൻ ആണ്. അത് പിക്ചർ പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിരിക്കും, നമ്മുടെ ഗ്രൗണ്ട് പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ദിസ് ഈസ് ദ സെൻട്രൽ പ്ലെയിൻ. അപ്പോൾ സെൻട്രൽ പ്ലെയിൻ വിൽ ബി പാസിംഗ് ത്രൂ ദ ഒബ്സർവേഴ്സ് ഐ ഓർ ദ സ്റ്റേഷനറി പോയിന്റ്. So central plane is a plane which is perpendicular to the ground plane as well as the picture plane. That is, it is mutually perpendicular to the picture plane and the ground plane, and it will be passing through the observer's eye. The rays which are starting from the object and converging to the observer's eye or the stationary point, these rays are known as the visual rays. Next is ground line. Ground line എന്ന് പറയുമ്പോൾ it is the intersection of the picture plane and the ground plane. ഇതാണ് നമ്മൾ ഗ്രൗണ്ട് ലൈൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ഇന്റർസെക്ഷൻ ഓഫ് പിക്ചർ പ്ലെയിൻ ആൻഡ് ദ ഗ്രൗണ്ട് പ്ലെയിൻ. ഇനി അതേപോലെ ഹൊറൈസൺ ലൈൻ ഉണ്ട്. ഹൊറൈസൺ ലൈൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇന്റർസെക്ഷൻ ഓഫ് ദ പിക്ചർ പ്ലെയിൻ ആൻഡ് ദ ഹൊറൈസൺ പ്ലെയിൻ. ഇറ്റ് ഈസ് ഇന്റർസെക്ഷൻ ഓഫ് ദ പിക്ചർ പ്ലെയിൻ ആൻഡ് ദ ഹൊറൈസൺ പ്ലെയിൻ. ഇത് രണ്ടും കൂടി ഇന്റർസെക്ഷൻ ഉള്ളതാണ് എൻ്റെ ഹൊറൈസൺ ലൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ സെൻട്രൽ ലൈനിൽ പോകുന്ന ഈ ഒരു ലൈനെയാണ് നമ്മൾ ലൈൻ ഓഫ് സൈറ്റ്, അതായത് സെൻട്രൽ പ്ലെയിനിൽ കൂടെ പോകുന്നത് ലൈൻ ജോയിനിങ് ദ ഒബ്സർവേഴ്സ് ഐ ആൻഡ് എ പോയിന്റ് ഓൺ ദ സെൻട്രൽ പ്ലെയിൻ. A plane which is parallel to the ground plane is known as auxiliary ground plane. It will be situated at some particular distance from the ground plane. That is not shown in this figure. So auxiliary ground plane എന്ന് പറയുമ്പോൾ it is a plane which is parallel to the ground plane, and that will be an imaginary plane, and the object will be placed on the ground plane, and we will be getting the top view of the object on the auxiliary ground plane. The line of intersection of the auxiliary ground plane with the picture plane is known as auxiliary ground line. So next is the axis of vision. That is a line which is perpendicular
to the picture plane and passing through the observer's eye or the stationary point. A line which is perpendicular to the picture plane and passing through the observer's eye is known as the axis of vision. So axis of vision എന്ന് പറയുമ്പോൾ a line which is perpendicular to the picture plane and passing through the stationary point or the observer's eye. Center of vision is the point of intersection between the axis of vision and the picture plane. So center of vision എന്ന് പറയുമ്പോൾ പിക്ചർ പ്ലെയിനിൽ ഒരു പോയിന്റ് ആണ്. ഈ ആക്സിസ് ഓഫ് വിഷൻ പിക്ചർ പ്ലെയിനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിനാണ് നമ്മൾ സെന്റർ ഓഫ് വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ പ്രോബ്ലംസിലൊക്കെ നമുക്ക് സെൻട്രൽ പ്ലെയിൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് തരും. ഐദർ ടു ദ ലെഫ്റ്റ് ഓർ റൈറ്റ് ഓർ സ്ട്രെയിറ്റ് ഓഫ് ദ ഒബ്ജക്ട് എന്ന് പറയും. അപ്പോൾ ആ സ്റ്റേഷൻ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻട്രൽ പ്ലെയിനിന്റെ ലൊക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് പ്രോബ്ലംസ് ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെൻട്രൽ പ്ലെയിനിന്റെ ലൊക്കേഷൻ ആയിരിക്കും തരുന്നത്. ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് സോ മച്ച് ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ദ ഒബ്ജക്ട്. അങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ തരുന്നത്.